ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഞങ്ങളുടെ കണ്ടതിന്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഓരോ ടേംസ്, അതായത് =1 to k എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആണ്. k എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആണ്. ആൻഡ് n എന്ന് പറയുന്നത് ടോട്ടൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ടോട്ടൽ സ്കോർ, അതായത് മൊത്തം സാമ്പിളിനകത്ത് എല്ലാ സാമ്പിളിനകത്തും കൂടിയിട്ടുള്ള n1 n2 എക്സെട്ര വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മം, ടോട്ടൽ സ്കോർസ് ഇൻ ഓൾ ദി ഗ്രൂപ്പ്. RI എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ith സാമ്പിളിനകത്തുള്ള റാങ്കിൻ്റെ ടോട്ടലാണ് RI എന്ന് പറയുന്നത്. ഇനി NI എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിനകത്തും അല്ലെങ്കിൽ ഓരോ സാമ്പിളിനകത്തും ഉള്ള സ്കോഴ്സിൻ്റെ എണ്ണമാണ് NI. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് H എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ ആണ്. മോർ ദാൻ 2 ഗ്രൂപ്പ്സ് വേണം. ആ ഓരോ ഗ്രൂപ്പ്സിനകത്തും മോർ ദാൻ 5 ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ മോർ ദാൻ 5 സ്കോഴ്സ് വേണം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് H എന്ന് പറയുന്നത് ഫോളോ ചെയ്യാം കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൺക്ലൂഷൻ വരാം. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഫ്രോം കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ H നിന്ന് വരുന്ന കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഗ്രേറ്റർ ദാൻ ടേബിൾഡ് വാല്യൂ ഓഫ് കൈ സ്ക്വയർ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം k-1 ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുക, അതർവൈസ് ആക്സെപ്റ്റ് ചെയ്യുക.